ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഞാനിവിടെ ഇതെന്താണെന്ന് അറിയാമോ? ഇത് ദോശമാവ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ദോശയുടെ മാവ് ബാലൻസ് വരുന്നത് നിങ്ങൾക്ക് കളയേണ്ട കാര്യമില്ല. ഇതേപോലെ നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കണേ. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാമോ? ഇത് ദോശയുടെ മാവാണ് കേട്ടോ. ദോശയുടെ മാവ് ബാക്കി വന്നതാണ്. അപ്പം ദോശയുടെ മാവ് നിങ്ങൾ ബാക്കി വന്നതൊന്നും കളയല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന കണക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. വൈകിട്ടൊക്കെ നിങ്ങൾക്ക് സ്നാക്കായിട്ട് കഴിക്കാനും ഇത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് കായം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു മാവിനകത്ത്. അപ്പോൾ ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. കുട്ടികൾ പറച്ച് തിന്നും. എല്ലാം നമുക്കൊന്ന് തിരിച്ചിടാം കേട്ടോ. അപ്പം ഞാൻ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കോരിയെടുക്കാം. ഓക്കെ, ദോശയുടെ മാവാണെന്ന് പറയുമോ? നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. നമുക്ക് വളരെ പെട്ടെന്ന് നമ്മളൊരു ദോശമാവ് കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള ഉള്ളിയിട്ട് ഗാർണിഷ് ചെയ്യുകയാണ്. അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് എടുത്താൽ മതി. നമുക്ക് ദോശമാവ് ഉണ്ടെങ്കിൽ ഇത് കണക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം ഇനി നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ ചെയ്യണം. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണേ. അപ്പം നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.